വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനം. ഈശോയെ, അങ്ങേക്കെന്നെ സഹായിക്കാൻ സാധിക്കും. ഈ നിമിഷം മുതൽ ഞാൻ നവമായി ആരംഭിക്കുകയാണ്. എൻ്റെ ആത്മാവിൽ എല്ലാ കൃപകളും സംഗ്രഹിച്ച് അങ്ങ് അയക്കുന്നവനു വേണ്ടി കാത്തിരിക്കുന്നു. സംശയലേശമന്യേ ഈ നിമിഷങ്ങളിൽ കർത്താവ് തന്നെ എന്നെ സഹായിക്കാൻ കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആത്മധൈര്യം ലഭിച്ചു. ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, പല കുമ്പസാരക്കാരും കാര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുമ്പോൾ നല്ല ആത്മീയ പിതാക്കന്മാരായി വർത്തിക്കും. എന്നാൽ ആത്മാവിന് കൂടുതൽ സഹായം ആവശ്യമായി വരുമ്പോൾ അവർ ആത്മാവിനെ മനസ്സിലാക്കാതെയോ മനസ്സിലാക്കാൻ സാധിക്കാതെയോ പരിഭ്രമിച്ചു പോകും. എത്രയും വേഗം ആ വ്യക്തിയെ ഒഴിവാക്കി കിട്ടാൻ അവർ ശ്രമിക്കും. എന്നാൽ ആത്മാവ് എളിമയുള്ളതാണെങ്കിൽ അതിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് ഗുണം ചെയ്യും. അതിന്റെ എളിമയും വിശ്വാസവും മൂലം ദൈവം തന്നെ ആത്മാവിന് ആവശ്യമായ പ്രകാശം നൽകും. കുമ്പസാരക്കാരൻ തന്നെ താൻ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കാതിരുന്ന കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. ഓ, ഈ വചനങ്ങൾ കർത്താവിന്റെ തന്നെ വചനങ്ങളാണെന്ന് ആത്മാവ് വിശ്വസിക്കട്ടെ. കുമ്പസാരക്കൂട്ടിൽ പറയുന്ന ഓരോ വാക്കും കർത്താവിന്റെ വചനങ്ങളായി തന്നെ നാം കരുതണം. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചവ കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്നതായി കരുതണം. വൈദികന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ താൻ പറയാൻ ആഗ്രഹിക്കാത്തവ സംസാരിക്കുകയാണെന്ന് ആത്മാവ് മനസ്സിലാക്കണം. ഇപ്രകാരമാണ് കർത്താവ് വിശ്വാസത്തിന് പ്രതിസമ്മാനം നൽകുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഇതനുഭവിച്ചിട്ടുണ്ട്. വളരെ പണ്ഡിതനായ ഒരു വന്യ വൈദികന്റെ അടുത്ത് ചിലപ്പോഴെല്ലാം ഞാൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം എതിർക്കുകയും എപ്പോഴും വളരെ കാർക്കശ്യത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇത് മനസ്സിലാക്കുക. ദൈവം നിന്നിൽ നിന്ന് ഇത് ആവശ്യപ്പെടുന്നെങ്കിൽ നീ എതിർത്ത് നിൽക്കരുത്. ഇപ്രകാരം പുകഴ്ത്തപ്പെടാൻ ചില സന്ദർഭങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു. സമാധാനമായിരിക്കുക. ദൈവം ആരംഭിച്ചത് അവിടുന്ന് തന്നെ പൂർത്തിയാക്കും. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ദൈവത്തോട് വിശ്വസ്തതയും എളിമയും ഉള്ളവളായിരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, എളിമയുണ്ടായിരിക്കുക. ഞാൻ ഇന്ന് നിന്നോട് പറഞ്ഞവ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഈ വൈദികൻ എന്നെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കൽ കുമ്പസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ല.